Hello, my dears. Welcome back to my channel. Thank you for choosing to watch this video. Virtual hugs to all of you. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാം ഈ ഒരു എനർജി എൻ്റെ മുഖത്തില്ല എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ല. ഇത് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഭയങ്കര ലേറ്റ് നൈറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത് ഷൂട്ട് കഴിഞ്ഞിട്ട്. സോ ആ ഒരു ടയർഡ്നെസ് ആൻഡ് ഇതാണ് നിങ്ങൾ കാണുന്നത്. സോ എനിക്ക് എല്ലാ കൊണ്ടുപോയ സാധനങ്ങൾ അൺപാക്ക് ചെയ്ത് അടുക്കി പറക്കിയൊക്കെ വെക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ എസ് കെ ജിയുടെ ഷൂട്ട് കഴിഞ്ഞ് തലേ ദിവസം എത്തിയപ്പോൾ തന്നെ രാത്രി 1 മണിക്കാണ് ഷൂട്ട് കഴിഞ്ഞത് കേട്ടോ. സോ വീട്ടിലെത്തിയപ്പോൾ തന്നെ 1:30 കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നിനും എനർജി ഇല്ലായിരുന്നു. കയറി കിടന്നെങ്കിലും എനിക്ക് ആ ഉറക്കമൊന്നും പ്രോപ്പറായില്ല. സോ അതാണ് ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര തലവേദനയും ബോഡി പെയിനും ഒക്കെ ആയിരുന്നു. സോ ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റ് ഇത്തിരി താമസിച്ച് തന്നെയാണ് എണീറ്റത്. സോ പതുക്കെ എൻ്റെ നോർമൽ റൊട്ടീനിലോട്ട് ഞാൻ വരുന്നതേ ഉള്ളൂ. അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. സോ അതിൻ്റെ ഒരു ടയർഡ്നെസ്സാണ് മുഖത്തിൽ കാണുന്നത്. സോ ഞാൻ എൻ്റെ കൊണ്ടുപോയ മേക്കപ്പ് ഐറ്റംസ്, യൂസ് ചെയ്ത ഡ്രസ്സ്, യൂസ് ചെയ്യാത്ത ഡ്രസ്സ്, പിന്നെ വാഷ് ചെയ്തിരുന്ന ഡ്രസ്സ്, അങ്ങനെ എല്ലാം ലൈക്ക് അൺപാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്യുന്ന ഒരു ക്ലീനിങ് കൈൻഡ് ഓഫ് ഒരു ഡേ എന്ന് വേണമെങ്കിൽ പറയാം. സോ അതായിരുന്നു ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ തുണികൾ, എൻ്റെ ഓൾറെഡി വാഷ് ചെയ്ത് നനച്ച് വെച്ച തുണികളൊക്കെ മടക്കി, എൻ്റെ വീട്ടിലിടുന്ന തുണികൾ, അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം അറേഞ്ച് ചെയ്യുമായിരുന്നു. ആൻഡ് ഷൂട്ടിന് കൊണ്ടുപോയ സാധനങ്ങൾ വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്യാനിട്ടു. ദെൻ ഹസ്ബൻഡിൻ്റെ തുണികൾ ഈ പറഞ്ഞ പോലെ വാഷ് ചെയ്തിട്ട് ഉണങ്ങിയതൊക്കെ അടുക്കി പറക്കി നമ്മുടെ കബോർഡ്സിലും കാര്യത്തിലും ഒക്കെ അറേഞ്ച് ചെയ്യുമായിരുന്നു. ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ഭയങ്കര ബോഡി പെയിനും ഒരുമാതിരി പനിയൊക്കെ വന്ന് നോസിയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഉള്ളൊരു എഫക്റ്റായിരുന്നു എനിക്ക് മൊത്തത്തിൽ. സോ ഫുള്ളി ഡെസ്പായിരുന്നു. എന്നാലും കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് അവിടുന്ന് ചെയ്യുമായിരുന്നു. ആൻഡ് കുറച്ച് സ്കിൻ കെയർ ചെയ്തു. വേറെ ഒന്ന് ടോണർ ഇട്ടിട്ട് പിമ്പിൾസും ആക്നെയൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ കൂടി യൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ ബാക്കി പതിവ് റൊട്ടീൻ അങ്ങനെയൊക്കെ ഡേ പോയി കേട്ടോ. സോ എനിവേസ് അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. എനിവേസ് ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് വാച്ചിങ് ദിസ്. അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോസായിട്ട് കാണാം. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ മറ്റ് എക്സൈറ്റിംഗ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ബൈ. ലവ് യു ഗൈസ് സോ മച്ച്. ബൈ.